സംസ്കാര ചടങ്ങിന് മുന്നോടിയായുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ട്രംപിൻ്റെ പരിഹാസം ഇതിനിടയിൽ ഉണ്ടായിരിക്കുന്നു. ഇറാനിൽ ഖമേനിയുടെ സംസ്കാരത്തിന് ജനത എല്ലാം ഒത്തുചേരുന്നു, നേതാക്കളെല്ലാം ഒത്തുചേരുമ്പോൾ ഒറ്റ ഷോട്ടിന് ഇവരെ തീർക്കാൻ അമേരിക്കയ്ക്ക് കഴിയും എന്നായിരുന്നു റേഡിയോ അഭിമുഖത്തിൽ പറഞ്ഞത്. മാത്രമല്ല, ഒരാഴ്ചത്തേക്ക് വെടിനിർത്തുകയാണ്, ഇറാന് കരയാനുള്ള അവസരം നൽകുന്നു എന്നുകൂടി ഈ അഭിമുഖത്തിൽ ട്രംപ് പറയുന്നു. അങ്ങനെ ഒരു പരിഹാസത്തിൻ്റെ വാക്കുകൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതേസമയം മുസ്തഫ ഉൾപ്പെടെ നേതാക്കൾ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കാരണം ഇങ്ങനെ ഒരു ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെയാണ് മുസ്തഫ ഉൾപ്പെടെയുള്ളവർ മാറി നിൽക്കും എന്ന വിവരം പറയുന്നത്. മുസ്തഫ റഷ്യയിൽ തുടരുന്നു എന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം അടക്കം ഇതിനകം ഇറാനിൽ എത്തിയിട്ടുണ്ട്. വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിത ഉൾപ്പെടെയുള്ളവരാണ് ഇറാനിലേക്ക് എത്തിയിട്ടുള്ളത്. മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള നേതാക്കളും ഇറാനിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, വലിയ ജനക്കൂട്ടമാണ് ഈ സംസ്കാര ചടങ്ങിന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ചടങ്ങുകളിലേക്ക് പോലും ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നു. ഇറാനിലെ ഒരു രീതി അനുസരിച്ച് അവർ നെഞ്ചിൽ തട്ടിയാണ് അവരുടെ ഈ അഭിവാദ്യം അർപ്പിക്കുന്നത്. ആ തരത്തിൽ വലിയ തോതിൽ ജനങ്ങൾ ഇറാനിൽ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. റൂഹുള്ള ഖമേനി, അദ്ദേഹം നേരത്തെയുള്ള നേതാവായിരുന്നു, അയത്തുള്ളയ്ക്ക് മുൻപ് ഉണ്ടായിരുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ ഏതാണ്ട് 1 കോടി ജനങ്ങളാണ് പങ്കെടുത്തത്. മാത്രമല്ല, ഇപ്പോഴത്തെ ഇറാൻ ഭരണകൂടത്തിൻ്റെ കണക്കുകൾ അനുസരിച്ച് അത് നമുക്ക് വിചിത്രം എന്ന് തോന്നാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ക് പുറത്ത് വരേണ്ടതുണ്ടോ എന്ന് തോന്നാം. ജർമ്മൻ മാധ്യമമാണ് ഇങ്ങനെ ഒരു കാര്യം പുറത്തുവിടുന്നത്. 3000 ആളുകളെങ്കിലും ഈ സംസ്കാര ചടങ്ങിൻ്റെ മരിക്കുമെന്ന, തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചേക്കുമെന്ന ഒരു കരുതൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ ഇറാൻ ഭരണകൂടത്തിനുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് ഒരുപക്ഷെ ശരിയുമായിരിക്കണം. കാരണം നേരത്തെ ഈ 1 കോടി ആളുകൾ ഉൾപ്പെട്ട ചടങ്ങിലൊക്കെ തന്നെ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു, നേരത്തെയുള്ള സംഭവം. അതുപോലെ ആളുകൾ, വലിയ തോതിൽ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ, അങ്ങനെ വൈകാരികമായ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ മരണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇറാൻ സ്വീകരിക്കുന്നുണ്ട്. ആളുകൾക്ക് ജീവൻ അപകടത്തിൽപ്പെടാതെ ഈ ചടങ്ങുകൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള പരമാവധി ഒരുക്കം ഇറാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്.